വയനാട്ടിൽ തന്നെ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണെന്നാണ് എന്റെ വിശ്വാസം. സബ്ജക്ട് ടു കറക്ഷൻ. പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. അദ്ദേഹം അതിൽ പറയുന്നു, രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു, കെ.സി. വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ഒരുമിച്ച് മതേതരത്വം, ഇവരിടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണല്ലോ, മതേതരത്വം, വർഗീയവാദം, ജനാധിപത്യത്തിനുള്ള മേൽ വരുന്ന ധ്വംസനം, ഫെഡറൽ സംവിധാനത്തിന് ഏൽക്കുന്ന മൂല്യച്യുതി, അങ്ങനെ കുറെ ഭാഷകളുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താഴെ തട്ട് ബ്രാഞ്ച് മുതൽ അങ്ങ് മുകളിൽ വരെ അവരോട് പറയാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് സമയം സന്ദർഭവും അവരെ സംബന്ധിച്ച് വിഷയമല്ല. അങ്ങ് വെച്ച് കലക്കിക്കൊള്ളണം. ആര് ചോദിച്ചാലും ഇങ്ങനെ 5-8 ഭാഷകൾ പറയണം. അതൊക്കെ നഷ്ടം സംഭവിച്ചിരിക്കുക എന്ന് പറയണം. അല്ലാതെ അവനവന്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ന് കോൺഗ്രസിന്റെ തോളിൽ കയറി ഡൽഹിയിൽ പോയി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഐക്യമുന്നണിയുടെ ഭാഗമാണ്, ഞങ്ങൾ ഒരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ സാർ. ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിങ്ങൾ പറയുന്ന കാര്യം, നിങ്ങൾ പറയുന്ന ഈ പുട്ടിന് പേരിടുന്ന പോലെയുള്ള ജനാധിപത്യ ശൈലിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹം കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA സർക്കാരിനെ 10 വർഷമായി നേരിട്ട് തോൽപ്പിച്ചതിന് ശേഷം അധികാരത്തിൽ വന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു രാജ്യശൈലി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ മാൻഡേറ്റ് നിങ്ങൾക്ക് അനുകൂലമല്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഈ പറയുന്ന പോലെ ഇവിടെ SDPI പിന്തുണ കൂടും, തൊട്ടപ്പുറത്ത് വേറെ സംഘടനയായി പിന്തുണ കൂടും, അവിടെ പോയി കഴിഞ്ഞ CPM ഒരുമിച്ച് മുന്നോട്ട് പോകും. ഒരേ വേദിയിൽ അവർ കയ്യിതിങ്ങനെ കൂട്ടിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകും. സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒരേപോലെ ചിന്താഗതി, ഒരേപോലെ ശൈലി. എന്നിട്ടിവർ ഈ കർണാടകയുടെ അതിർത്തിയിലും അതേപോലെ തന്നെ തമിഴ്നാടിന്റെ അതിർത്തി, 2 അതിർത്തി കടന്നാൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് പോകുന്ന നിങ്ങൾ ഇവിടെ പരസ്പരം ഇങ്ങനെ ഈ ചക്കുളത്തി പോര്, പരസ്പര സഹായ സഹകരണ മുന്നണിയായി നടക്കുന്നതിന്റെ അർത്ഥം എന്താണുള്ളത്? ഞങ്ങൾ കൃത്യമായി പറയുള്ളൂ. ഇത് ഈ 2 പേരടങ്ങുന്ന അവിശുദ്ധ കൂട്ടുകെട്ടും BJPയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് മത്സരമാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. ആ മത്സരത്തിൽ കേരളത്തിൽ, ലക്ഷ്മി എഴുതി വെച്ചുകൊള്ളൂ, കേരളത്തിൽ നിന്ന് MP മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDA മുന്നണിയുടെയും ഭാഗമായിട്ട് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യും. ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയും വലതുപക്ഷ രാഷ്ട്രീയ സംഘടനയും മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന NDA സഖ്യത്തിനെ പ്രതിപക്ഷത്തിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് നിസ്സംശയം ഞാൻ പറഞ്ഞു തരാം. ഇവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇവർക്ക് നേരമില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനെന്താണെന്നറിയാമോ? കേരളത്തിൽ 7 വർഷക്കാലം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലേ ഇത്? കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഇവരുടെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന ഭരിച്ച സ്ഥലത്തിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും കൂടി ആവില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറക്കണോ നമ്മൾ? സപ്ലൈകോയിൽ ഒന്ന് പോകാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? കർഷകന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നേരത്തെ സോയ പറയുന്ന സമയത്ത് കേട്ടും മണിപ്പൂർ അത് ഇത്. സ്വാഭാവികമായിട്ട് 93-ലും 96-ലും 97-ലും ഒക്കെ മണിപ്പൂർ കലാപങ്ങൾ നടന്ന സമയത്ത് കോൺഗ്രസിന്റെ ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന ചരിത്രത്തെക്കുറിച്ച് പാർലമെന്റിന്റെ ഫ്ലോറിൽ പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാം. അന്ന് നിങ്ങൾ ഒരു ദിവസം പോലും 800 പേർ വംശഹത്യവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാർ തിരിഞ്ഞു നോക്കാത്ത ചരിത്രത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇന്ദ്രജിത് ഗുപ്ത എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്തും ഇതേ വംശഹത്യകൾ ഇതേ സ്ഥലത്ത് നടക്കുന്ന സമയത്ത് നിങ്ങളെടുത്ത സമീപനം അറിയാം. ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലത്തെ മണിപ്പൂരിൽ 2 വംശകർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൃത്യമായി ഞങ്ങളുടെ ആഭ്യന്തര സഹമന്ത്രിയെ അവിടെ 15 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ നടത്തുന്നു. അതിൽ ഇന്റർനാഷണൽ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ചൈനയടക്കമുള്ള ആളുകൾ നടത്തുന്ന സൂത്രങ്ങളും ഞങ്ങൾ നിർത്തുന്നു. അതുകൊണ്ടാണ് ആ അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ അങ്ങോട്ടും 50 കിലോമീറ്റർ ഇങ്ങോട്ടും വിസ വേണ്ടാതെ യാത്ര ചെയ്യാമെന്നുള്ള ശൈലി വരെ നിർപ്പലാക്കിക്കൊണ്ട് ഫെൻസിംഗ് മുന്നോട്ട് പോകുന്നു. ഇതിലൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനകൾ ഇന്ത്യക്കെതിരെയുണ്ട്. അത് വംശീയപരമായിട്ട് അവർ നടപ്പിലാക്കും. അതിനെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് ഭാരതത്തിന്റെ കാര്യങ്ങൾ അന്യ രാഷ്ട്രത്തിൽ പോയി പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് കയ്യടി മേടിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കൃത്യമായ നേതൃശേഷിയിലേക്ക് വരിക?
അതോ ഇന്ത്യൻ സമൂഹത്തിനെ ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുകയും ഇന്ത്യൻ സംസ്കാരത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അഭിമാനപൂർവ്വം വളർത്തിക്കൊണ്ടുവരികയും ഇന്ത്യൻ ജനതയുടെ വാല്യൂവിനെ ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയാണോ അധികാരത്തിൽ വരിക എന്നുള്ളത് ജൂൺ 4-ാം തീയതി ഇതേ ഫ്ലോറിൽ സോയയും ഈ ഡോക്ടർ ജയരാജും ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അന്ന് വിജയത്തിലേറി ഞാൻ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതേ അസഹിഷ്ണുത ഡോക്ടർ ജയരാജ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവസ്ത്രരായിക്കൊണ്ട് തെരുവുകളിലൂടെ നടന്നു എന്നുള്ളത് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. വനിതാ ബില്ല് അവതരിപ്പിച്ച ബി ജെ പി നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര വനിതകളുണ്ട്? വനിതാ ബില്ല് കൃത്യമായി അവതരിപ്പിച്ച വനിതകൾക്ക് അർഹമായ രാജ്യത്തിന് മുൻപിലേക്ക് വെച്ചുകൊണ്ട് പോവാണ്. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഈ ഫെഡറേഷന്റെ നേതാവിനെതിരെ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നടക്കുമ്പോൾ ബി ജെ പിയുടെ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പരിരക്ഷയും ഒരു അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ ആ അക്രമത്തിന് ഇരയായവർക്കൊപ്പം നിന്ന സർക്കാരാണ് ഞങ്ങൾ. അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ ശൈലിയല്ല ഞങ്ങൾക്ക്. അത് സ്വയം മനസ്സിലാക്കിയാൽ സ്വയം നല്ലത്.